മാലുവിന്റെ കുഗ്രാമം? ബ്യൂട്ടിഫുൾ, റിയലി ബ്യൂട്ടിഫുൾ. ഇതൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയിട്ട് ടൗണിലെ കോൺക്രീറ്റ് വനത്തിൽ ഞങ്ങളെ കൊണ്ടിട്ട അച്ഛൻ ക്രൂവലാണ്. മാലുവിന് നാടങ്ങ് പിടിച്ചുപോയി എന്ന് തോന്നുന്നു. ഞാനില്ല ഇനി ഇവിടുന്ന് എങ്ങോട്ടേക്കും. ഏട്ടന്റെ കൂടെ നോർത്ത് ഇന്ത്യയിൽ വല്ല പട്ടാള ബാരക്കുകളിൽ നരകിക്കും. ഞാനും അച്ഛനും മാത്രം ഇവിടെ ജീവിതം മുഴുവൻ. അല്ലേ അച്ഛാ? ഉറപ്പ് പറയാൻ പറ്റില്ല. നിന്നെ കെട്ടാൻ പോണ കോന്തന് ഈ കുഗ്രാമം ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അങ്ങനെ സൗന്ദര്യബോധമില്ലാത്ത കോന്തന്മാരോട് പറയാനുള്ള വാക്കാണ് ഗുഡ് ബൈ. എങ്ങനെയുണ്ട് നമ്മുടെ കൊട്ടാരം? ആകെ പരിഷ്കരിച്ചു അല്ലേ അച്ഛാ? ഈ ഫ്രണ്ട് ഇങ്ങനെ ആയിരുന്നില്ല അല്ലേ? പിന്നെ ആ വരാന്ത ഉണ്ടായിരുന്നില്ല. ചെറുപ്പത്തിൽ കണ്ട ഓർമ്മയുണ്ട് എനിക്ക്. ഞാൻ കണ്ടിട്ടില്ല. എടി മുട്ടു, നീ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് 8 കൊല്ലമല്ലേ ആയുള്ളൂ. പിന്നെ എങ്ങനെയാ നീ കാണണേ? ഈ കെമിസ്ട്രി പ്രൊഫസർമാർ ഒരു എസ്തറ്റിക് സെൻസ് ഇല്ലാത്തവരാണെന്നാണ് ഞാൻ ധരിച്ചിരുന്നത്. പക്ഷേ റിട്ടയർഡ് പ്രൊഫസർ രാമചന്ദ്രൻ നായർ, യു ഹാവ് ഡൺ വെൽ. കൺഗ്രാറ്റുലേഷൻസ്. അമ്മേ മഹാമായേ, ആരുടെ ശവോടക്കാനാടാ ഉമ്മറത്തോട് തൂമ്പായി കൊണ്ടുവന്നത്? തെണ്ടി തെങ്ങിന് കളയ്ക്കാൻ. അതിന് ഉമ്മറത്തോടെ വരിക. ഒരിടത്തേക്ക് പുറപ്പെടാൻ ഒരുങ്ങുമ്പോളാ അപശകുനം. അറിഞ്ഞില്ല. പോടാ നായിന്റെ മോൻ. പോയില്ലേ? പോയി തിരിച്ചു പോന്നു. പുറത്തേക്ക് ഇറങ്ങുമ്പോഴാ ആ ചാത്തൂട്ടി തൂമ്പയും കൊണ്ട് ഒന്ന് ചകരം കാണിച്ചത്. അത്ര കാര്യമുള്ള കാര്യത്തിനൊന്നും അല്ലല്ലോ. വന്നൂന്നറിഞ്ഞിട്ട് ഒന്ന് ചെന്ന് കണ്ടില്ല എന്ന് പറയില്ല രാമേന്ദ്രൻ നായര്. ഈ ശകനവും കണ്ടു പോയിട്ട് മടങ്ങി വന്നില്ലെങ്കിലോ? അപമൃത്യു അല്ലെങ്കിൽ അംഗഭംഗ. അല്ലെങ്കിൽ തന്നെ അയാൾ വന്നു എന്നറിഞ്ഞ് ചെന്ന് കാണേണ്ട ഗതികേടൊന്നും നമുക്കില്ല. ഇവിടെ വന്ന് കാണണ്ടതാ. ഇപ്പൊ വലിയ പ്രൊഫസറും പണക്കാരനും ഒക്കെ ആയിരിക്കും. ഈ അടുക്കളപ്പുറത്തിരുത്തി എന്റെ അമ്മ കുറെ വിളമ്പി കൊടുത്തിട്ടുള്ളതാ. അത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പൊ അയാള് നല്ല നിലയിലല്ലേ. പിന്നെ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോ പഴയ സ്നേഹവും ബന്ധവും ഒക്കെ വെച്ച് നമ്മളെ എന്ന് കാണേണ്ടതാണ് മര്യാദ. ആ ഇനി ഒരിക്കലാവട്ടെ. ആന്റി ഇങ്ങോട്ട് പോര്, എനിക്ക് പേടിയാവണു. പേടിയാവണെങ്കി നിന്റെ മമ്മിയുടെ അടുത്ത് പോ. ഇതെവിടെ ഇരുന്നാ കൂന്നെന്ന് അറിഞ്ഞിട്ടേ ഞാൻ വരണുള്ളൂ. അർജുനൻ ഫൽഗുനൻ ധനഞ്ജയൻ കിരീടി. അർജുനൻ ഫൽഗുനൻ ധനഞ്ജയൻ പാർത്ഥൻ വിജയൻ പിന്നെ കിരീടിയും. ഓ സാറേ, ആ സാറേ. ആരാത്? ഭയപ്പെടണ്ട, ഞാനാ ജ്യോതിഷരത്നം നാരായണ പണിക്കർ എന്ന് പറയും. അദ്ദേഹം ഉണ്ടല്ലോ ഇല്ലേ? കാലെന്ത് പറ്റിയതാ? ആണിയാ. ആണിയോ? സ്ക്രൂ ആണിയാ? മുട്ടു, സുഖമില്ലാത്തൊരു കളിയാക്കരുത്. ഹേയ് സാരമില്ല, കുട്ടിയല്ലേ. ഇങ്ങോട്ട് വരണ വഴി അത്ര നന്നല്ല. താമസവും വെളിച്ചവും ഇല്ലാണ്ടിരുന്ന വീടല്ലേ. ഇഴജന്തുക്കളും പിന്നെ അലഞ്ഞു തിരിയുന്ന ആത്മാക്കളും ഈ തൊടിയിലാ വാസം. അലഞ്ഞു തിരിയുന്ന ആത്മാക്കളോ? ഭയപ്പെടണ്ട, ഞാനില്ലേ ഇവിടെ. കാലം കോഴിയാ, മരണം വിളിച്ചു വരുത്തണ പക്ഷിയാ. നാളെയോ മറ്റന്നാളോ ഒരു മരണം ഉറപ്പാ. ഈ ഭാഗത്ത് ആരാ മരിക്കാനുള്ളത്? കണിയാൻ കുട്ടനുണ്ട്. ജാതകവശാൽ കാളിത്തള്ള അടുത്തെങ്ങും പോവില്ല. പിന്നെ ആരാ? ഞാൻ മരിക്കോ? എന്ന് പറഞ്ഞാ മിണ്ടാണ്ടിരിക്കോ, കുട്ടികളെ പേടിപ്പിക്കാൻ. ജ്യോതിഷരത്നം നാരായണ പണിക്കർ വന്നിരിക്കുന്നു പറയൂ അച്ഛനോട്. അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ ധനഞ്ജയൻ പിന്നെ കിരീടിയും. അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയൻ പിന്നെ അർജുനൻ ഫൽഗുനൻ. ആരാ? ഓ താനായിരുന്നു. ജ്യോതിഷരത്നം എന്നൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു അറിയാൻ പാടില്ലാത്ത മറ്റാരോ ആണെന്ന്. അല്ല, സത്യമായിട്ടും ജ്യോതിഷരത്നം തന്നെയാ.
എവിടുന്ന് കിട്ടി ഈ ബിരുദം? അല്ല, അത് നമ്മളും നാട്ടുകാരും എല്ലാരും കൂടി ചേർന്ന് കൽപ്പിച്ചു തരണതാ. കണ്ടിട്ട് ഒരുപാട് നാളായി. 4-5 കൊല്ലം മുമ്പെങ്ങാണ്ട് വന്നിട്ട് പോയി എന്ന് മൊയ്മത് പറഞ്ഞു. ആ, ഇടയ്ക്കൊന്ന് വന്നു പോവും. ജീവിതമൊക്കെ സുഖമല്ലേ? കാശൊക്കെ ഒരുപാടുണ്ടാക്കിയോ? മോശം. വലിയ വലിയ പട്ടണങ്ങളിലൊക്കെ മെച്ചമുള്ളൂ. വല്ല സിനിമാക്കാരും രാഷ്ട്രീയക്കാരും ഒക്കെ വരും. നാട്ടും പുറത്തിപ്പോ ആർക്കും ഒരു വിശ്വാസം ഇല്ലാണ്ടായി. പുത്തമ്പുരക്കാരുള്ളത് കൊണ്ട് അഷ്ടിക്ക് മുട്ടില്ല. അപ്പൂട്ടനേരെന്ത് പറയുന്നു? മൂപ്പർക്ക് ഇപ്പൊ അസുഖം ഒന്നുമില്ല. പ്രതിവിധികളൊക്കെ ചെയ്ത് ദോഷകാലം എല്ലാം മാറി. അല്ല, മാറ്റി. ചോദിച്ചു എന്ന് പറയണം. ഉവ്വ്. അപ്പൊ എന്താ കുടിക്കാൻ? എന്തും. അത്താഴം കഴിച്ചിട്ട് പോയാലോ? ഉവ്വ്. വിശേഷായി, സന്തോഷായി. മാലിനി, അത്താഴത്തിന് എന്തിരത്നം? ജ്യോതിഷരത്നം. ആ, ജ്യോതിഷരത്നം കൂടി ഉണ്ടാവും. അതെ. എടി കേമി, നിനക്കെങ്ങനെ മനസ്സിലായി ഇത് ദൈവമാണെന്ന്? മമ്മി പറഞ്ഞു. പാവം, 10-12 കൊല്ലായിട്ട് മുഴുവൻ പട്ടിണിയാ. നമുക്കിത് ഉഷാറാക്കി കളയാം. എന്താ? ഓക്കേ. വാ. അച്ഛനത് കണ്ടോ അവളുടെ തോന്നിയാസം? എന്താ? ചെന്ന് നോക്ക്. ഉം. ആ, ദേ രക്ഷിക്കണേ. ഏ? ഉം. അച്ഛനെ ഇവളുടെ തോന്നിയാസത്തിന് കൂട്ടേക്കാം. അവര് 2 ഭക്തജനങ്ങൾ പൂജ നടത്തുന്നു. പൂജ ഈശ്വരന്മാരുടെ കളി. ഈ കളി അത്ര നല്ലതൊന്നുമല്ല. ഈ ഏട്ടത്തിക്ക് ഈശ്വരവിശ്വാസം തൊട്ട് തെറിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇവിടെ പൂജ നടത്തണ്ടെന്ന് പറയുവോ? നീ പോടി. അച്ഛാ, ഇതെല്ലാം വലിയ പാവാണ് കേട്ടോ. ഒന്നല്ലെങ്കിൽ ഇതെടുത്ത് മാറ്റുക, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുവന്ന് ശരിക്കുള്ള പൂജയും വഴിപാട് നടത്തുക. പെൺകുട്ടികളെയൊന്നും അതിൻ്റെ ഉള്ളിൽ കയറ്റാൻ പാടില്ല. പെൺകുട്ടികൾക്ക് എന്താ ആയത്തം? പൊയ്ക്കൊള്ളു. മമ്മി മമ്മി എന്താ മമ്മി? ഏട്ടത്തി, ഞാൻ ചെയ്തു തരാം. ഈ ഏട്ടത്തിക്ക് ഒരു സ്റ്റൈലും അറിയില്ല. വേണ്ട വേണ്ട, ഉള്ള സ്റ്റൈലൊക്കെ മതി. ഞാൻ എല്ലാവരുടെയും കളിക്കുട്ടിയല്ലേ. ഏട്ടത്തി എന്നോട് പിണങ്ങിയിരിക്കാ? ഞാൻ എന്തിനാ പെണങ്ങനെ? നോക്കൂ ഏട്ടത്തി, ഞങ്ങൾ വെറുതെ തമാശക്ക് ചെയ്തല്ലേ. ഏട്ടത്തിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇനി ചെയ്യില്ല. സത്യം. സത്യം.